നമ്മുടെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫോൺ ആപ്പ്. കാരണം നമ്മൾ ഒരാളെ വിളിക്കുന്നതിന് അല്ലെങ്കിൽ നമ്പർ ഡയൽ ചെയ്യുന്നതിന് ഒരു കോൺടാക്റ്റ് സെർച്ച് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോൺ ആപ്പാണ്. എന്നാൽ ഈ ഫോൺ ആപ്പിൽ നമ്മുടെ ഫോണിൽ തന്നെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഫോണിലുള്ള വീഡിയോസ്, ഫോട്ടോസ് ഇതൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള ഫുൾ നെറ്റ്വർക്ക് ആക്സസും ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ആക്സസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിലേക്ക് അയച്ചു കൊടുക്കാനും ഈ ഫോൺ ആപ്പിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഇതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ മാറ്റിക്കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ആപ്സ് നോട്ടിഫിക്കേഷൻ എന്നാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സി ആൾ ആപ്സ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ നോക്കേണ്ടത് ഫോൺ ആപ്പിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഫോൺ ആപ്പ് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫോൺ ആപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പെർമിഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ അലൗഡ് ആയിട്ട് കിടക്കുന്ന പെർമിഷനുകൾ കാൽ ലോക്സും അതുപോലെ തന്നെ കോൺടാക്ട്, മൈക്രോഫോൺ, നോട്ടിഫിക്കേഷൻ, ഫോൺ, SMS എന്ന് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ പെർമിഷനുകൾ മാത്രമാണ്. ഇത് മാത്രമല്ല നമ്മുടെ ഫോണിൽ പെർമിഷനായിട്ട് ഓൺ ആയിട്ട് കിടക്കുന്നത്. നമ്മൾ കാണാത്ത പെർമിഷനുകളും ഇതിൽ ഓൺ ആയി കിടക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കാനായിട്ട് മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആൾ പെർമിഷൻ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എത്രത്തോളം പെർമിഷനുകൾ നമ്മുടെ അനുവാദമില്ലാതെ ഇവിടെ ആക്സസ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ളത്. ലൊക്കേഷൻ ഇവിടെ ആക്സസ് ആയി കിടക്കുന്നുണ്ട്. നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ലൊക്കേഷൻ ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫോൺ നമ്പർ ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റീഡ് ഫോൺ നമ്പർ ചെയ്യാനായിട്ട് സാധിക്കും. വ്യൂ നെറ്റ്വർക്ക് കണക്ഷൻസ്, നെറ്റ്വർക്ക് കണക്ഷൻ ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാവ് ഫുൾ നെറ്റ്വർക്ക് ആക്സസ്, അതായത് നമ്മുടെ ഫോണിലുള്ള ഫുൾ നെറ്റ്വർക്ക് ഇവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഈ ആക്സസ് ചെയ്ത നെറ്റ്വർക്കിലൂടെ എടുത്ത നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിലേക്ക് അയച്ചു കൊടുക്കാനും ഈ ആപ്ലിക്കേഷന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ സംരക്ഷിക്കാനും അത് നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചില സെറ്റിങ്സുകൾ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിന് ബാക്കിലേക്ക് തന്നെ ഒന്ന് പോവുക. ബാക്കിലേക്ക് പോയതിനു ശേഷം ഇവിടെ പെർമിഷൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് തന്നെ കാൾ ലോക്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. നമ്മളുടെ ഫോണിൽ മെയിനായിട്ട് ഒരു ആക്സസ് വേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷന് കാൾ ലോക്സ് തന്നെയാണ്. അത് നിങ്ങൾ അലോ ചെയ്ത് തന്നെ കൊടുക്കുക. ശേഷം രണ്ടാമത്തെ ആക്സസ് ക്യാമറ ഓൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷന് ക്യാമറയുമായിട്ട് അലോ ചെയ്ത് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഇവിടെ എല്ലാ സമയത്തും ക്യാമറ ആക്സസ് വേണ്ട സമയത്തൊക്കെ അത് നിങ്ങളോട് ചോദിക്കുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആസ്ക് എവറി ടൈം എന്നുള്ളതിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അത് മാറ്റി കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവുക. ബാക്കിലേക്ക് തന്നെ വരിക. ലൊക്കേഷൻ, ഈ ഒരു ആപ്ലിക്കേഷന് ലൊക്കേഷൻ്റെതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതും ആപ്ലിക്കേഷന് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളോട് ചോദിച്ചിട്ട് മാത്രം ആ ഒരു പെർമിഷൻ ഓൺ ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങളത് ആസ്ക് എവറി ടൈം എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് ഡു നോട്ട് അലോ എന്ന് തന്നെ കൊടുക്കുക. ശേഷം ഒന്നുകൂടി ബാക്കിലേക്ക് തന്നെ വരിക. മൈക്രോഫോൺ ഇതിന് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിയർ ബി ഡിവൈസ് അതൊന്ന് ഓൺ ചെയ്യുക. അതും നിങ്ങൾ ഡു നോട്ട് അലോ എന്ന് കൊടുക്കുക. നിയർ ബി ഡിവൈസ് ഇതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഡു നോട്ട് അലോ എന്ന് കൊടുക്കുക. ബാക്കിലേക്ക് തന്നെ ഒന്ന് വരിക. ഇവിടെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ തന്നെ വിടാം. അടുത്തതായിട്ട് SMS, ആ SMS-ഉം നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. SMS നമ്മൾ ചില സമയത്ത് ഈ ആപ്ലിക്കേഷനിൽ കൂടെ നമ്മൾ SMS അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആക്സസ് വേണ്ടതാണ് അതിലേക്ക്. അതുപോലെ തന്നെ ക്യാമറയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്ക് എവറി ടൈം എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ക്യാമറ ആവശ്യമില്ലാത്തതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഡു നോട്ട് അലോ എന്ന് കൊടുത്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മുടെ കോളുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ, ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള കോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് എന്നുണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ
കാളിംഗ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ സിം ഉപയോഗിക്കുന്നത്, നെറ്റ്വർക്ക് ഏതാണോ അത് കാണിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാൾ ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാൾ ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾക്ക് ഈ ഒരു നമ്പറിൽ നിന്നും മറ്റൊരു നമ്പറിലേക്ക് ഈ ഫോണിൽ വരുന്ന എല്ലാ കോളുകളും വേറെ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകാനായിട്ട് ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ആണിത്. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ട്, അതുപോലെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ഓഫ് എന്നുള്ള ഭാഗത്തൊക്കെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൺ ആയിരിക്കും ഉണ്ടാവുക. അത്തരത്തിൽ നമ്പർ ഉണ്ടെങ്കിൽ ടേൺ ഓഫ് എന്നുണ്ടാകും, നിങ്ങളത് ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ കോളുകൾ മറ്റാരെങ്കിലും ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനായിട്ട് *#21# എന്ന് ആക്കി അടിച്ചതിന് ശേഷം ഇവിടെ കോൾ എന്ന് കൊടുക്കുക. കോൾ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണാനായിട്ട് പറ്റും കോൾ ഫോർവേഡിംഗ് വോയിസ് നോട്ട് ഫോർവേഡഡ് എന്ന്. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നും ഒന്നും തന്നെ ഫോർവേഡ് ആകുന്നില്ല എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എന്നാൽ അത്തരത്തിൽ ഫോർവേഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർവേഡ് ആകുന്ന നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ നമ്പറിന് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് വിടാം അത് അറിയാനായിട്ട് ഇവിടെ നമ്മൾ കീപാഡിൽ #002# എന്ന് കൊടുത്തതിന് ശേഷം കോൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാൾ ഫോർവേഡിംഗ് സക്സസ്ഫുള്ളി ഇറേസ്ഡ് എന്ന് കാണിക്കും. അതായത് നമ്മുടെ ഫോണിൽ നിന്നും മറ്റാർക്കെങ്കിലും നമ്മൾ അറിയാതെ നമ്മുടെ ഫോണുകൾ പോകുന്നുണ്ട്, അതായത് ഫോൺ കോളുകൾ മറ്റാരെങ്കിലും ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടാപ്പ് ചെയ്ത നമ്പറെല്ലാം തന്നെ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഇറേസ് ചെയ്ത് വിട്ടിട്ടുണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നമുക്ക് ഇവിടെ വരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഫോണിലേക്ക് സ്കാമർമാരും അതുപോലെ തന്നെ ടെലിമാർക്കറ്റിങ്ങിൻ്റെ ആളുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. ഇത്തരത്തിൽ വരുന്ന കോളുകളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഫോൺ ആപ്പ് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യുക. മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് തന്നെ കാളർ ID ആൻഡ് സ്പാം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാളർ ആൻഡ് സ്പാം ID എന്നൊരു ഓപ്ഷൻ അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫിൽറ്റർ സ്പാം കാൾസ് ഇത് രണ്ടും ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ ഇത്തരത്തിലുള്ള കോളുകളെല്ലാം തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള കോളുകൾ വഴിയായിരിക്കും. ഇത്തരത്തിലുള്ള കോളുകൾ വഴി നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് അതിലൂടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് പോലും ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.